സെയ്ദ് ആരാ? ഏ? നമ്മുടെ കൂടെ ആരും ചെയ്താരാ? ഹലോ ചെയ്താരാ എനിക്കറിയില്ല. ചിക്കു, ഷിജി, ഡെനിസ്. സെയ്ദ് ബ്രോ ഉം. വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ആ ആ ഗുഡ് ഈവനിങ്. ആ പറയൂ. ക്യാം ഓണാക്കാവോ? എന്റെ പേര് സായിദ് എന്നാണ്. സായത് ക്യാം ഓണാക്കാവോ? ഞാൻ സാധ്യത ഈ ഗ്രൂപ്പ് ഈ എന്റെ പേര് സായിദ് എന്നാണ്. ഓക്കെ ഓക്കെ. അല്ലേ, ക്യാം ഓണാക്കാവോ? ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ കാണുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഹലോ ഹലോ. ഓക്കെ. അനൂപ് ബ്രോ വോയിസ് കേൾക്കുന്നുണ്ടോ? ആ ആ കേൾക്കുന്നുണ്ട്. ആ, നമുക്ക് വെറുതെ നോക്കി നോക്കാം. ഉം, ആ ഇത് ഗോൾഡാ. ഗോൾഡിൽ ഇപ്പോ അത് ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനി ഗോൾഡ് വരുന്നത് ഇത് കണ്ടോ. ഇനിയിപ്പോ അടുത്തത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബൈ ആണ്. ഈ ലെവലിൽ നിന്നൊക്കെ നോക്കാം, ജസ്റ്റ് പോലെ നോക്കാം എവിടെ നിന്നൊക്കെയാണ്. ഗോൾഡ് നമുക്ക് കണ്ടോ, വീക്കിലി ഒക്കെ ഗോൾഡ് സ്ട്രോങ് ആയിട്ടുണ്ട്. വീക്കിലി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഗോൾഡ്. അപ്പൊ ഇനി മേ ബി എന്ത് ബൈ നോക്കാൻ ബെറ്റർ ഇതില്. ഡേ ആ ഫ്രെയിം നോക്കാം. ഡേ ഫ്രെയിമിൽ കണ്ടോ, ഡേ ഫ്രെയിം കൊള്ളാം. ഈ ലെവലിൽ നിന്നൊക്കെയാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. ആ മാർക്കറ്റിൽ കയറി. ആ ഇതിൽ ഓക്കെയാണ്. ബട്ട് ഇവിടെ 4000 എന്ന് പറഞ്ഞ റൗണ്ട് നമ്പർ ആണ്. 4000 ഉണ്ടോ അതെന്താ അതിൽ? റൗണ്ട് നമ്പർ? റൗണ്ട് നമ്പർ ഈ വന്ന വരവില്ലേ, ഈ വന്ന കോള്, അതിലൊന്ന് കയറിയെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ 4000 പ്രീവിയസ് ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് കിട്ടി, കറക്റ്റ് 4000 ആണ് ഇത്രയും വലിയ മൊമെന്റ് കിട്ടിയിരിക്കുന്നത്. ഈ ട്രേഡ് ഷെയർ ചെയ്ത് നമ്മുടെ ഗൾഫിലെ സ്റ്റുഡന്റ് ഉണ്ട്, ജിജോ ജിജോ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഞാൻ ട്രേഡ് ഷെയർ ചെയ്തിട്ടുള്ള ചാറ്റിൽ ഇപ്പോഴും ഉണ്ടാവും. ഈ ട്രേഡ് നല്ല അടിപൊളി ട്രേഡ് ആയിരുന്നു. 4000 ബ്രോ, ഫുള്ള് 4000 ഓൾമോസ്റ്റ് $1500 അല്ലേ? അത്ര നമ്മൾ ആ എടുത്തിട്ടുണ്ടാവില്ല, വേറെ കാര്യം. അത്ര ഒരിക്കലും എടുത്തിട്ടില്ല. ഞാൻ കൊടുത്തതിന് അത്ര $120 പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ളൂ, വേറെ കാര്യം. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പോലും എടുത്തിട്ടില്ല അത്ര വലിയ ട്രേഡിന് അടുത്ത്. കാരണം ഗോൾഡ് ആണ്, എന്ത് സംഭവിക്കാം അല്ലേ? അതെ അതെ ആ, അതെ. അത് വേറെ കാര്യം. കഥ പറയുമ്പോൾ വേണമെങ്കിൽ പറയാം, എത്ര എടുത്തു ഇത്ര എടുത്തു, കഥ വേണമെങ്കിൽ പറയാം, ബാക്കി നമുക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ മേ ബി ഇതാണ് ഇതിന്റെ ലെവൽ. ഈ ലെവൽ കഴിഞ്ഞിട്ടാണ് അതുപോലെ ഇവിടുത്തെ കണ്ടോ, ഈ സിംഗിൾ ലോട്ട് ലിക്വിഡിറ്റി മാർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഉം. അതെ. എടുത്തിട്ടുണ്ട്. ഇനി ആ 4 അവറിലൊക്കെ വരുമ്പോ 4 അവറിൽ കണ്ടോ, ഇവിടുന്ന് ഒരു സെല്ല് വരണം. ഈ പെട്ടെന്ന് ഈ ലെവൽ കണ്ടോ, ഓക്കെ. ഇതൊക്കെ അല്ലേ? ആ ഉം. ഇതിലേക്ക് റീടെസ്റ്റ് വന്നെടുക്കാം. ആ റീടെസ്റ്റ് മേ ബി ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ട്രെൻഡ് ലൈനും പോകുന്നുണ്ട് കണ്ടോ. ഓക്കെ. ഇത് ഒറ്റയ്ക്ക് നോക്കിയപ്പോ കിട്ടിയിരുന്നോ ഇത്രയും പോയിന്റ്സ് ഒക്കെ? ഇല്ല, ഇനി ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ഇപ്പോഴൊക്കെ കാണുന്നത്. ഞാൻ 4 hour ആ സ്വീപ്പ് ഒരു അപ്പ് വന്നു. ഇതാ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഉണ്ട്, ഇവിടുന്ന് ഉണ്ട്. അതുപോലെ ഇവിടുന്ന് നമുക്കുണ്ട്. ഇതിപ്പോ ഇവിടെ മുതൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആയി കണ്ടോ. ഇവിടുന്ന് ഒരു ഹൈ, ലോ, അഗൈൻ ഹൈ, ലോ കണ്ടോ. ഇപ്പൊ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി അല്ലെ? ആ മേ ബി കിട്ടി. ഇനി അടുത്തത് വരുന്നത് കണ്ടോ, ഇതിന്റെ ഈ എൻറ്റയർ വേവിന്റെ ഫിബ് സോൺ മേ ബി ഇവിടെ വരുന്നത്, ഈ ട്രെൻഡ് ലൈനിലെ വരുന്നത്. ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടും. മേ ബി അങ്ങോട്ട് എത്താൻ ചാൻസ് കുറവാണ്. അതുപോലെ ഫിബിന്റെ ഒരു പോയിന്റ് 0.5. ഇവിടെ മുതൽ ട്രേഡ്സ് എടുക്കാം. ഉണ്ടോ ഈ റേഞ്ച് സോൺ കണ്ടോ, ഈ സോണൊക്കെ, ഈ സോൺ അവിടെ ഫിബും ഉണ്ട്. നമ്മുടെ ഈ നേരത്തെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അല്ലേ? എവിടെ ഇവിടെ ആ ആ അല്ലെ? സാറിപ്പോ വരച്ചേക്കുന്ന അല്ല മേളില്. ആ ആ, അതെ. ആ അതെ. ലിക്വിഡിറ്റി സീപ്പ് ഏതാ? ലെഫ്റ്റ് സൈഡില് ഇതാണ് ഉദ്ദേശിച്ചത്? പഴയ ഇതോ ലെഫ്റ്റ്. ഇതാണ് ആ അതെ ഉദ്ദേശിച്ചത്? അതെ അതെ, അത് തന്നെ അത് തന്നെ അത് തന്നെ. അല്ല, അത് സീപ്പ് ഇല്ലല്ലോ. ആ റെഡ് ക്യാൻഡിൽ അല്ലേ അത്? ഇത് ഗ്രീനാ. ആ, സീപ്പ് ഇല്ല, പക്ഷെ അവിടുത്തെ ഹൈന് മാത്രം ബ്രേക്ക് ചെയ്ത് മേലെ കയറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി ആ ഇതെവിടെ കിട്ടിയ നമുക്ക് നല്ലൊരു പൈസ ട്രേഡ്സ് നോക്കാം. മേ ബി അതിലൊക്കെ മേ ബി പിന്നെ 5000 ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. 5000 ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം, കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്.
ഓൺലൈൻ ക്ലാസ് എടുക്കുക മറ്റേ അതിന്റെ പിന്നെ വിളിക്കാം. ആ കുഴപ്പമില്ല. കഴിഞ്ഞു. ഞാൻ കിറ്റ് ചെയ്തു പറ്റുന്നില്ല പറഞ്ഞിട്ട്. ഞാൻ പറയാം, കഴിഞ്ഞിട്ട് വിളിക്കാം. ബൈ. ഓക്കെ. അപ്പൊ ഗോൾഡിന് ലെവൽ കിട്ടിയില്ലേ? ഇവിടെ ഒരു പുതിയ ഹൈ വന്നില്ലേ? ഇപ്പൊ അപ്പൊ അത് എന്തായാലും ഒരു ദാ റീടെസ്റ്റ് വരുമെന്നുള്ളേ? അതല്ലേ ഇതിലല്ലേ? ശരിക്കും? അത് യെസ് തന്നെ അത് തന്നെ അത് തന്നെ. യെസ്, ഇത് റീടെസ്റ്റ് വരണം, അവിടെ എടുക്കാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷെ ഇവിടുന്ന് എടുത്ത ഈ പ്രശ്നം എന്താ അറിയോ? ഞാൻ അതുകൊണ്ടാണ് സെൽ ട്രേഡ് ഫോക്കസ് ചെയ്തത്. ഇവിടുന്ന് എടുത്താൽ പ്രശ്നം മേ ബി നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു, എന്തെങ്കിലും ചെറിയ ക്യാപിറ്റൽ ആണെങ്കിൽ ഈ റീടെസ്റ്റ് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. പിന്നെ കയറി പോകുമ്പോൾ മാർക്കറ്റ് കയറി പോകും, നമ്മളവിടെ നിൽക്കേണ്ടി വരും. അല്ല, ഞാൻ ചോദിച്ചത് തിരിച്ച് വരേണ്ട തിയററ്റിക്കലി അത് നമ്മൾ പഠിച്ച ലോ യെസ്, വരണോ? ഉറപ്പായിട്ടും വരണം, ഉറപ്പായിട്ടും വരണം. മേ ബി ചിലപ്പോൾ അവർ വരില്ല എന്ന് തോന്നിയിട്ട് അവർ കുറെ നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് കാണിക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആ വന്ന് അതിന് മാത്രമേ ഞാൻ അവിടെ അലേർട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ? ഈ അലേർട്ട് കണ്ടോ? പ്രൈസ് കണ്ടത് അലേർട്ട് പ്രൈസ് കണ്ടോ? കണ്ടു കണ്ടു കണ്ടു. ഞാൻ ഇട്ട് വെച്ചിരിക്കുക, അവിടെ ഞാൻ മേ ബി ട്രേഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. അതുപോലെ ബിറ്റ്കോയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ, ഈ ഇവിടുത്തെ സീപ്പ് കിട്ടിയ ശേഷം ലൈവ് ട്രേഡ്, അതായത് അതും ലൈവ് ട്രേഡ് ഓർമ്മയുണ്ടോ? എന്നിട്ട് നമ്മൾ ജസ്റ്റ് 4 അവർ ഇട്ടിരുന്നു അല്ലെ? 4 അവറിൽ ഓർമ്മയല്ലേ? 4 അവറിൽ ഈ ഉണ്ട് ട്രാപ്പ് ഉണ്ട് അടിച്ചിട്ട് ഉണ്ട്. ആ ഇവിടുന്ന് ട്രേഡ്സ് എടുക്കാന്ന് പറഞ്ഞല്ലേ? ആ ഇവിടുത്തെ ട്രാപ്പ് അടിച്ചിട്ട് കയറി പോയിരിക്കുന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ട്രേഡും പറഞ്ഞോളാം. ബിറ്റ് കോയിനും ഗോൾഡ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. കാരണം ഇത് രണ്ടും ഇതിൽ രണ്ടിലും USD വരുന്നത് കോഡ് കറൻസി അല്ലേ വരുന്നത്? അതെ. യെസ്. അപ്പൊ ഉണ്ടോ അതും മേ ബി അതും റീടെസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? ഈ സോണിൽ ബൈ നോക്കാം, ഇവിടുന്ന് ബൈ നോക്കാം. ഓക്കെ. ഓക്കെ. നല്ല ട്രേഡ്സ് വരും ദിവസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതാ കണ്ടോ, ഈ ലെവലിൽ കൊള്ളാം. ഇത് കൺഫർമേഷൻ നോക്കി എടുക്കാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതാണ്. ആ ഒരു ഈ സോൺ ഫോക്കസ് ചെയ്താൽ ഈ സോൺ മേ ബി എൻട്രി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഫോട്ടോ അയക്കാം. മേ ബി അടുത്തൊരു മേ ബി ഈ ലോൺ സോൺ മേ ബി ഇവിടുന്ന് കറക്റ്റ് ഈ സോണിൽ കയറാൻ ചാൻസ് കുറവാണ്. കാരണം അത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നല്ലേ. അവരെന്താ ചെയ്യുന്നത്, ഒന്ന് ഫാസ്റ്റ് സ്ഥലം താഴ്ത്തിക്ക് ഇറക്കും. മേ ബി ഇവിടത്തെ ലിക്വിഡിറ്റി ഇല്ലേ കളക്ട് ചെയ്യും മേ ബി, എന്നിട്ട് മേ ബി കയറി പോകുന്നുണ്ടാവും. ഓക്കെ. ഇതാണ് പ്രശ്നം വരുന്നത്. നമ്മള് ഈ ഫിഫ്ത് സോണൊക്കെ വരച്ചു വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു കൺഫർമേഷൻ ആയത് പിന്നെ അത് താഴോട്ട് പോകും കുറച്ചുകൂടി. അപ്പൊ അല്ല, അപ്പോഴത്തേക്കും നമുക്കൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ കൊള്ളാം. കൺഫർമേഷൻ കിട്ടി ട്രേഡ് എടുത്താൽ മതി. അതിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആ അല്ല, അത് കിട്ടും. അത് ഞാൻ എക്സ്പീരിയൻസ് ആയി റെഡി ആവും ബ്രോ, ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പൊ ഇതില് 30 മിനിറ്റ്സ് 50 മിനിറ്റ്സ്. ഓക്കെ. ഇത് താഴെ ഈ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ മാത്രം റീസൺസ് ഒന്നും ഇതിലില്ല. വെച്ചിട്ട് ഇൻട്രാഡേക്ക് ചെറിയ ട്രേഡ്സ് നോക്കാം. ഇൻട്രാഡേക്ക് ജസ്റ്റ് ഈ ട്രെയിൻ ഈ കണ്ടിട്ടാണ് ഇതിൽ ഇവിടെ എൻട്രി എടുക്കുക. ഇതിൽ എൻട്രി എടുക്കുന്നു, ഇത് തന്നെ എസ് വയ്ക്കാം. ഈ ഒരു പോയിന്റ് കണ്ടു, ഷോർട്ട് ചെയ്യുന്ന അത് തന്നെ എസ് വയ്ക്കാം. ഇത് TP വയ്ക്കാം. 1:1 ഒക്കെ. ക്ലോസ് കിട്ടിയിട്ടില്ല. ഈ എല്ലാത്തിനും മേലെ ഇത് വെച്ചേക്കാം. ഓക്കെ. 4 അവറിലുണ്ട് നല്ല നല്ല ട്രേഡ്സ് ആയിരുന്നു. ഇതുകൊണ്ട് ഇതിവിടെ നല്ല ട്രേഡ് ആയിരുന്നു. ഇതിലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാൻഡലില്. പക്ഷെ വരും, താഴത്തേക്ക് വരും. അപ്പൊ മേ ബി നമ്മുടെ മേ ബി ഇത് എവിടെ നിന്നാണ് തിരിഞ്ഞിട്ടില്ല, തിരിയാത്ത കാരണം നമുക്ക് ട്രേഡ്സ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വീക്കിലി ബേസിൽ നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി നോക്കാം. വീക്കിലി ബേസിൽ ഓക്കെയാണ്. മേ ബി ഈ ഹൈ കണ്ടോ, ഇവിടത്തെ ട്രാപ്പ് അടിച്ചതിന് ശേഷം മേ ബി താഴത്തേക്ക് വരാം. ഇവിടെ ഈ ട്രാപ്പ് കണ്ടോ, അത് വീക്കിലി ബേസിന്റെ ഹൈ ആണ്. അപ്പൊ അതിലത്തെ ഇന്ന് വീക്ക് സ്റ്റാർട്ടിങ് ആണല്ലോ, മേ ബി അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് മേ ബി വന്നേക്കാം. കറക്റ്റ് കണ്ടോ, കൊള്ളാം. അവിടെ റെസിസ്റ്റൻസ് മേ ബി റെസിസ്റ്റൻസ് അതിലേക്ക് മേ ബി ഒന്ന് ഇങ്ങനെ ജസ്റ്റ് മേലേക്ക് കയറില്ല, ഇവിടെ ട്രാപ്പ് അടിച്ചിട്ട് താഴത്തേക്ക് വന്നേക്കാം. ആ ലെവലിൽ മേ ബി നെക്സ്റ്റ് വീക്ക് മേ ബി ഫിബ് സോണിക്കായിരിക്കും മേ ബി വരുന്നുണ്ടാവും. ഫിബ് സോൺ മേ ബി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫിബ് വരയ്ക്കുന്നു, ആ സോണിൽ ഒന്ന് വീണ്ടും എൻട്രി എടുക്കാം. ഇതൊക്കെ സിം ട്രേഡ്, ഇതൊക്കെ ഇപ്പൊ പറയുന്നത് സിം ട്രേഡ് അണ്ടറിലാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് അപ്സൈഡ് പോകാൻ പറയാൻ മൂവിങ് ചാൻസ് പറയാൻ കാര്യം എത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഇവിടെ ഇത്രയും നല്ലൊരു സ്പേസ് ബാക്കി വെച്ചിട്ടുണ്ട്.
ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ഇതിന്റെ എടുത്തിട്ടുണ്ട്, ഇവിടത്തെ എടുത്തിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് ഇവിടെ നിന്നാണ് കയറി പോയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഇതാണ് ഇവിടുത്തെ എല്ലാതും സിങ്ങിലൂടെ താഴത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഈ എൻ്റെ വേവിന്റെ സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മേ ബി അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് ഇങ്ങോട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജെ പി വിയിൽ എൻട്രി മിസ് എന്ന് പറഞ്ഞ ട്രേഡ് നടന്നു, ഓർമ്മ ഉണ്ടോ? ഓർമ്മയുണ്ട് എൻട്രി മിസ് വന്നിട്ട്. ജെ പി അത് ജസ്റ്റ് കണ്ടോ, അതൊക്കെ 50 മിനിറ്റ്സ് ആയിരുന്നു. ഇതുണ്ടോ, ഇവിടെ ട്രേഡ് വന്നിരിക്കുന്നത്, ഇവിടുത്തെ ലിക്വിഡിറ്റി ഇപ്പൊ ട്രേഡ് വന്നിരിക്കുന്നത്. അടുത്ത ടാർഗറ്റ് ഇതായിരുന്നു കറക്റ്റ് ടി പിയിലത്. അതെ. ഞാൻ തരുമ്പോ മറ്റും ഇവിടെ നിൽക്കുന്നുണ്ടോ, പിന്നെ ഇതാ നമ്മുടെ റിസ്ക് 1:1 വരുന്നു. സോ അതുകൊണ്ടാണ് ട്രേഡ് നോക്കാൻ പറയാറുള്ളത്. അതിൽ എപ്പൊ പോയി ഡൗൺ സൈഡ് എൻട്രി വന്നാലും ട്രേഡ് എടുക്കായിരുന്നു. അതുപോലെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് NSD/USD ആണ്. NSD/USD ട്രേഡ് എടുക്കണമെന്ന് പറയുന്നില്ല, വാച്ച് ചെയ്യാം. എത്ര വീക്കിലി വൈസ് ഇട്ടാൽ മതി. വീക്കിലി വൈസ് കണ്ടോ, ഇവിടെ നമുക്ക് കണ്ടു ഒരു സ്റ്റീപ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ. അല്ലെ. പിന്നെ ഇന്ന് ഇപ്പൊ അതുപോലെ തന്നെ ഈ വീക്ക് ഇന്ന് ബുധനാഴ്ചയാണ് അല്ലെ. നമുക്ക് എല്ലാ വീക്കിന്റെ ക്യാൻഡിലിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഷെയർ ഉണ്ടാവില്ലേ? അപ്സ് ആൻഡ് ഡൗൺസ് ഷെയർ ഉണ്ടാവും അല്ലേ? അങ്ങനെ വീക്ക് അനുസരിച്ചാണോ? അതെനിക്കറിയില്ല വീക്കിന്റെ എന്താണ്. അല്ല, നമ്മളിപ്പോ ഇത് ടൈം ഫ്രെയിം വീക്ക് ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോ വീക്കിലി നോക്കുമ്പോൾ ഒരു ക്യാൻഡിൽ ക്ലോസ് വരില്ല. ഈ പ്രീവിയസ് റെഡ് ക്യാൻഡിൽ ഏതാ, ടൈം ഫ്രെയിം ഏതാ, കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ക്യാൻഡിലാണ് അല്ലെ. അപ്പൊ ഇത് ഈ ആഴ്ചത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൺഡേ ടു ഫ്രൈഡേ ക്യാൻഡിലാണ് അല്ലെ. അതിലും കണ്ടോ അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് ഉണ്ട് ആ ഒരു ക്യാൻഡിലിൽ. പ്രീവിയസ് ക്യാൻഡിലും അപ്സ് ആൻഡ് ഡൗൺ ഷാഡോസ് ഉണ്ട്. എല്ലാ ക്യാൻഡിൽസും ഓൾമോസ്റ്റ് 100-ൽ ഒരു 80-85 ക്യാൻഡിൽസിനും അപ്സ് ആൻഡ് ഡൗൺ ഷാഡോസ് ഉണ്ട് ഇല്ലേ? അല്ലേ? അതുപോലെ ഇത് ഈ ആഴ്ചയിലെ ക്യാൻഡിലാണ്. ഈ ആഴ്ച ഓൾറെഡി താഴത്തെ ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഡൗൺ സൈഡ് ഇത്രയും വലിയ ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിക്വിഡിറ്റി സീപ്പും കിട്ടിയിട്ടുണ്ട് അല്ലേ? അല്ലെ. ഇനി മാർക്കറ്റിന്റെ ഈ ആഴ്ചയിലെ ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ടാർഗറ്റ് ആയിരിക്കും മേ ബി. അല്ലെങ്കിൽ ഇനി ഇവിടെ അപ്സൈഡ് മൂവ് ചെയ്യുന്നത്, അവിടുന്ന് അപ്സൈഡാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം, ഇപ്പൊ കറന്റ് ഇത് അപ്സൈഡാണ് ട്രെൻഡ് വരുന്നത്. ഈ ആഴ്ചയിൽ ഇതിന് മേലെ തന്നെ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ഇത് അപ്സൈഡ് മൂവ് ചെയ്യും. അല്ലാതെ ഇന്ന് ബുധനാഴ്ച ഇങ്ങനെ നിൽക്കുന്നു, ഓക്കെ ബുള്ളിഷ് ആണ്. നാളെ മേ ബി എന്തെങ്കിലും വലിയൊരു ഇഷ്യൂസ് നെഗറ്റീവ് ന്യൂസ് വന്നിട്ടത് താഴത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ആവാൻ ചാൻസ്, ഇങ്ങനെ താഴത്തേക്ക് ക്ലോസ് കിട്ടായിരിക്കും. ട്രെൻഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ലൈവിൽ എന്തായാലും അപ്സൈഡ് പോകും വിചാരിച്ചിട്ട് അപ്സൈഡ് പോകുന്നു പറഞ്ഞുകൊണ്ട് ട്രേഡ്സ് അങ്ങനെ ഫോക്കസ് ചെയ്തത്. ഈ ലെവലിന് മേലെ ക്ലോസ് കിട്ടിയാൽ മേ ബി നെക്സ്റ്റ് വീക്ക് ഇത് അപ്സൈഡ് പോകണം. അത് നെക്സ്റ്റ് വീക്ക് പറയുമ്പോൾ ചെറിയ രീതിയിൽ അപ്സൈഡ് എന്നല്ല, നല്ല രീതിക്ക് അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിംഗ് ട്രേഡ് കണ്ടിട്ടുള്ള നമുക്ക് സിംഗ് ട്രേഡ് കണ്ടിട്ടുള്ള വരുന്ന ട്രേഡ്സ് അതൊക്കെ നല്ല രീതിക്ക് അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ വളരെ പറയുന്നത് ക്ലിയർ അല്ലേ സാറേ? ട്രെൻഡ് ഇതൊരു ഹയർ ഹയറിലോ അങ്ങനെ അങ്ങനെ പോകുന്നില്ല. ഇത് പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലിയറാ മനസ്സിലായി. കണ്ടോ, മേ ബി അടുത്ത ട്രെൻഡിൽ മേ ബി ഇതായിരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ സിംഗ് ട്രേഡ് ആയാലും സമയമെടുക്കും. ഓക്കെ മനസ്സിലായി. അതാണ് ഇത് സിംഗിന്റെ അണ്ടറിലാണ് വരുന്നതാണിത്. പിന്നെ നെക്സ്റ്റ് വേറെ നോക്കിയിരുന്നോ, ട്രേഡ്സ് നോക്കിയിരുന്നു വേറെ ഏതെങ്കിലും? ഏതായിരുന്നു ഞാൻ നോക്കിയത്? ഏതായിരുന്നു? NSDJPY ആയിരുന്നു നോക്കിയത്. NSDJPY ചെക്ക് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ട്. റീസൺ ഞാൻ സാർ ട്രേഡ് ഇട്ടാ ഞാൻ നോക്കട്ടെ. ഒരു സെക്കൻഡ് സാറേ. NSDJPY ഒരു സിങ് ആണ് ഞാൻ നോക്കിയത്. ഒരു ടൈം ഫ്രെയിം ഏതാ? 4 hour-ന്റെ. 4 hour-ന്റെ. ഓക്കെ. ഏതാ ഇത് കാണുന്നില്ല. ഒന്നുകൂടെ നോക്കട്ടെ.
ആ സാറേ 15 മിനിറ്റ്സ് എടുത്തേ 15 മിനിറ്റ്സ് 50 മിനിറ്റ്സോ? ആ 20. 15 മിനിറ്റ്സ് ഞാൻ എടുത്തേ. ജസ്റ്റ് മിനിറ്റ് കേട്ടോ. ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ബെയറിഷ് ട്രെൻഡ് ആയിരുന്നു കാണിച്ചത്. അപ്പൊ അതില് 15 മിനിറ്റ്സിൽ ഇപ്പൊ ഡയറക്റ്റ് 15 മിനിറ്റ്സ് ഓക്കെ ചെയ്ത് അല്ല, ഞാൻ 4 അവർ നോക്കിയിട്ടാണ് 15 മിനിറ്റ്സ് എടുത്തത്. എടുത്തിരുന്നോ? 15 ആ ട്രേഡ് എടുത്തു. അപ്പൊ എന്താ ഇത് ടാർഗറ്റ് അടിച്ചു. ടാർജ് അടിച്ചോ? ആ അല്ല ഇട്ട പോസ്റ്റ് നോക്കി സാറിന് അറിയണ്ടാവില്ല, സെല്ലാണോ ബയ്യാന്ന് അറിയണ്ടാവില്ല. സെല്ല എടുത്തേ ഇന്നാണ് എടുത്തതോ? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി. ഓക്കെ. ഇന്നലെ രാത്രി ഇവിടുത്തെ ഓക്കെ. അപ്പോ ഈ റെഡ് ലൈനിന്റെ വെർട്ടിക്കൽ ലൈൻ കണ്ടോ? റെഡ്. ഇതിന്റെ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയാ പോരെ? ഓക്കെ. അങ്ങനെ ഓക്കെ 50 മിനിറ്റ്സ് ആകുമ്പോ ഓക്കെ ഡൗൺ ട്രെൻഡ് ആണ്, കറക്റ്റ് ആണ്, കുഴപ്പമില്ല. അല്ല ഡൗൺ ട്രെൻഡ് എടുത്ത പോയിന്റ് എന്ന് പറ, പോയിന്റ് എന്ന് പറ. ഞാൻ എടുത്ത പോയിന്റ് 91.34 336. 336ഓ? ആ ഓക്കെ. എടുത്തത് ഇവിടെ. ഓക്കെ. ഇന്നെല്ലാം എടുത്തിട്ടുണ്ടായാലും ഇന്നലെ രാത്രിയിലായിരുന്നു. ഇന്നലെ രാത്രി സമയം ഓർമ്മയുണ്ടോ? ഇന്ത്യൻ സമയം 5:30 അയ്യോ അതെനിക്കറിയില്ല. ഇവിടെ അല്ല അതിൽ സമയം സമയം കാണിക്കില്ലോ, ആ പോസ്റ്റിൽ സമയം ടൈം കാണിക്കില്ലോ. ഇതില് സമയം കാണിക്കുന്ന ഇന്നലെ 8:30. 8:30. അപ്പൊ നാട്ടിലെ സമയത്ത് ട്രൈ ചെയ്യാം. നാട്ടിലെ ഈ ഒരു സമയമാണ്. ഈ സമയം ഈ സമയമാകുമ്പോ ഇത് വരുന്നത് 7:30ആണ്. ഒരു 2 മണിക്കൂറുടെ കുട്ടി 7:30. അപ്പൊ 7:30 അല്ലേ? ഉം. 16 എന്ന് പറയുമ്പോ 4:30ആണ്. അല്ല 17. ഇതില് ഞാൻ ചേഞ്ച് ചെയ്തേക്ക UTC -4 ഇട്ടേക്കുവാ. ടൈം സോൺ ന്യൂയോർക്ക് ടൈം സോൺ ഇട്ടേക്കുവാ. UTC ഓക്കെ. UTC -4 ഇട്ടേക്കുവാ. സാർ സെല് ചെയ്ത് മേ ബി ഇതെന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നല്ല സെല്ലിംഗ് പോയിന്റ് ആണ്. നല്ല സെല്ലിംഗ് പോയിന്റ് ആയിരുന്നു. ഇത് തന്നെ ഈ ഒരു അത് തന്നെ ഇതായിരുന്നു ഈ റൈറ്റ് സൈഡിൽ അത് നോക്കിയതേ. ഇതാണോ? അത് തന്നെ ഇന്നത്തെ മാർക്കറ്റാണിത്. ഇന്നത്തെ മാർക്കറ്റിലാണോ വരുന്നത്? ഇന്നത്തെ മാർക്കറ്റിലാണ്. അവിടെ ശരിയാ. ഇവിടെ രാത്രി ആകുമ്പോ അവിടെ നാളെ രാവിലെയാ. ഏപ്രിൽ 1-ാം തീയതിയിലത്തെ മാർക്കറ്റാണ്. ഇവിടെ രാത്രി 10 മണിയാകുമ്പോ അവിടെ രാവിലെ 5 മണി 6 മണി എങ്ങാണ്ടാകുമ്പോ. മേ ബി അതായിരിക്കും. ഓക്കെ കറക്റ്റ് ആണ്. അപ്പൊ കുഴപ്പമില്ല. ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പം റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിൽ പെപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, ബ്രോക്കറാണ്. റിവേഴ്സ് പൊസിഷൻ അഥവാ ഈ പറഞ്ഞ കണക്ക് ട്രേഡ് പെട്ടെന്ന് ഒരു ന്യൂസ് എന്തെങ്കിലും കാര്യം അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തിരിച്ചാണ് മൂവ്മെന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. സക്സസ്ഫുൾ ആയിരുന്നു. അതായത് ചില സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറി പോകുമല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് പൊസിഷൻ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ സെല്ല് ഇട്ടപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ലോസിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയി, ഇനി അങ്ങോട്ടാണ് പോകുന്നത്. എന്ത് കാരണം അറിയില്ല, ട്രെൻഡ് ചേഞ്ച് അത് അങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ട്രേഡ് റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നേരെ സെല്ലെന്നുള്ളത് ബൈ ആവും. അപ്പൊ നമ്മുടെ ഈ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നേരെ തിരിച്ച് റിവേഴ്സിൽ വരും. അങ്ങനെയൊക്കെ വരും. അടിപൊളിയാ. അത്ര ഫോക്കസ് ചെയ്യാൻ നല്ലത്.
പക്ഷെ അതിലൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മള് ശരിക്കും നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അതെന്തുകൊണ്ട് ആ അതങ്ങനെ സംഭവിച്ചു? ഓപ്പോസിറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സിറ്റ് ചെയ്ത് മാറുള്ളത്. അതാണ്. അതിലൊന്നും പഠിക്കില്ല അതെന്താന്നുള്ള കാരണം. പിന്നെ ഞാൻ ഈ ലോസ് വരാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലോസ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറയുമ്പോൾ ലോസ് എന്തായാലും ഉള്ളതാ. പാർട്ട് ഓഫ് ദ ഉം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസ് പാർട്ടാണ്. അത് സെറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷൻ നമുക്ക് അതിലില്ല. ഇത് കണ്ട ആ. AUD CAD ഉണ്ട്. AUD CAD ഇത് കൊള്ളാം. ഇത് മേ ബി നമുക്ക് ഡയഫ്രെയിം ടോക്കി സിങ് ട്രേഡ് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഉം. ഓൾമോസ്റ്റ് ഓവർ സ്ട്രക്ചേർഡ് നിൽക്കുന്ന സാധനങ്ങൾ കണ്ടോ. ഇത് ഇവിടെ ഒരു കണ്ടോ നല്ല ഫ്ലിപ്പ് സോൺ ഇട്ടിരിക്കുന്നുണ്ട് അല്ലെ. ഫ്ലിപ്പ് ആ. സോൺ ഇട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഉം. ഇപ്പൊ മാത്രമല്ല നിൽക്കുന്നത്, അതിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഉം. ഇവിടെ കണ്ടോ, ഇതിലൊക്കെ നല്ലൊരു ഉണ്ടോ, ഇത്രയും മാർക്ക് കയറി നിൽക്കുക. ഇവിടെ നല്ല ഇത്രയും മാർക്ക് കയറി നിൽക്കുന്ന അല്ലേ. ഇത് കറക്റ്റ് ഉം. ചെയ്തിട്ടില്ല. ഇപ്പോഴും നല്ലൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നത്. ഞാൻ ഇപ്പോഴും നല്ലൊരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ വരുന്നുണ്ട്. ആ. ഓക്കെ, ഈ ഒരു കേസിൽ ഇത് ഈ ഒരു കേസിലാണ് ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നല്ലേ കണ്ടോ, ഇവിടെ നിന്ന് ഉം. ഇങ്ങോട്ട് ഫിബ് വരയ്ക്കുമ്പോൾ ഈ ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഓക്കെ, ഓക്കെ. മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇത് ഡേ ഫ്രെയിം ആണ്. ഇവിടെ കണ്ടോ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഇവിടെ സെല്ലിംഗ് സോണാണ് ഉം. അല്ലേ. അവിടെ നിന്ന് ആൾക്കാർ കയറ്റി വിടുന്നില്ല. അവിടെ നല്ല നിന്ന് കയറ്റി റെസിസ്റ്റൻസ് വിടും. ഉണ്ട്. നല്ല ഉം. സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഉം. ഈ റെസിസ്റ്റൻസിലോട്ട് വന്ന ട്രെൻഡ് കണ്ടോ, കണ്ടോ ഒരു ഹൈ ലോ ഹൈ ഇതാ, പിന്നെ ഉം. ട്രെൻഡ് ചേഞ്ച് കിട്ടി അല്ലെ. ഒരു ട്രെൻഡ് ആ. ചേഞ്ച് കിട്ടി നമുക്ക് ഇവിടെ. ആ. ഓക്കെ അല്ലേ. ഇത് ഓക്കെ. കറക്റ്റ് സെല്ലിംഗ് സോൺ ആണ്. ഇതൊക്കെ ഒരു കറക്റ്റ് സെല്ലിംഗ് സോൺ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫിബ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വന്നു. ഓക്കെ. ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുക. ഇതിൽ സെല്ല് ചെയ്യുക. ഇവിടെ നമ്മൾ ഉം. ഇതിൽ വേറെ എന്താ, ഇത് സോൺ സെല്ല് ചെയ്തു അല്ലെ. ഉം. ഇതിന് ഉം. മേൽ ഉം. ഇതിന്റെ മേലെ SL ഇട്ട് വെച്ചേക്കാം. ഉം. അത് SL ബുക്ക് ചെയ്താ ഇത് ഫസ്റ്റ് TP വെക്കാം. 1:1 എബോവ് ഫസ്റ്റ് TP ഉണ്ട്. സെക്കൻഡ് ഉം. ടാർഗറ്റ് മേ ബി ഇവിടെ എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതാ, ഇതൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലെവലാണ് ഇവിടെ ചെറിയ സപ്പോർട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഉം. ചെറിയ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഓക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉം. അതെടുത്തിട്ട് നമ്മുടെ ഫിബ് സോൺ അല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതെങ്കിലും വെക്കാം. ഓക്കെ. ഇതെങ്കിലും TP വെക്കാം. ഉം. മേ ബി ഇത് കയറാൻ ചാൻസ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നായിരിക്കും. നല്ല നല്ല അടിപൊളി സോൺ അല്ലേ ഇത് വരുന്നത്. 1, 2, അതെ. 3 മേ ബി അവിടെ തന്നെ ചാൻസ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാം. ജസ്റ്റ് വെറുതെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇത്രയും ക്ലോസ് ചെയ്യാനുണ്ടല്ലേ? ഏഹ് ഈ കേറിപ്പോയത് ഇത്രയും ക്ലോസ് ചെയ്യാനില്ലേ? യെസ്, അത് അത്രയും മാർക്കറ്റ് പെൻഡിങ് ആയിട്ട് വെച്ചിട്ട് പോയിരിക്കുന്നത്. ഓക്കെ. അതിന് സമയത്ത് ചില മാർക്കറ്റില് മാർട്ടിന്റെ ഒരു സ്ട്രാറ്റജി ഉള്ള സാധനം ഉണ്ട്. അവർക്കത് ഭീഷണിയാണ്. ഓക്കെ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. യൂസ്ഫുൾ. ഉം. നമുക്ക് ഇത് ഇപ്പോഴൊന്നല്ല, ഇതിന്റെ എഫക്ട് അറിയാൻ സമയം എടുക്കും. സിംപ്ലി ഓക്കെ. 4 hour ഡേ ഫ്രെയിം അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും സമയം എടുക്കും എന്തായാലും. എന്നാലും നമുക്ക് വെറുതെ ഇപ്പൊ എന്തായാലും വരുന്ന ദിവസങ്ങൾ അറിയാലോ അല്ലെ. ഇത് 4 hour ജസ്റ്റ് ഇതിന്റെ ഇത് 2 hour. ആ ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓക്കെ. ഇതില് ഇപ്പൊ ഇതുകൊണ്ട് സെല്ലിംഗ് സോൺ പറഞ്ഞല്ലേ. 4 hour സെല്ലിംഗ് സോൺ ആയിരുന്നു. ഉം. ഇവിടെ നിന്ന് സെല്ലിംഗ് സോൺ ആണ്. 1 hour കിട്ടിയില്ല. 1 hourലൊക്കെ ഓക്കെ. ഓക്കെ, അടിപൊളി. 1 hour ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തെ ലിക്വിഡിറ്റി CP ചെയ്തിട്ടുണ്ട്. CP ചെയ്തിട്ടില്ല. ഓക്കെ, അത് എപ്പോഴും നല്ലതാ. നമ്മുടെ ഉം. ഫിബ് സോണിൽ ഇങ്ങനത്തെ ഒരു കോൺഫ്ലുവൻസ് ഉണ്ട്, ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ലീപ്പ് കിട്ടിയിട്ടില്ല, മേ ബി കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ 30 minutes അടുത്ത് 30 minutes ഉണ്ട്. സ്റ്റിൽ ഇപ്പോൾ അപ് ട്രെൻഡ് അല്ലെ. സ്റ്റിൽ അതെ. ഇപ്പോൾ അപ് ട്രെൻഡ് ആണ് അല്ലെ. മേ ബി ഉം. ഈ ട്രെൻഡ് ചേഞ്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഈ ട്രെൻഡ് ചേഞ്ച് ആവാൻ മേ ബി നമ്മൾ വെച്ച ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നത് പഠിച്ചില്ല. ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ മേ ആ. ബി അതിലായിരിക്കാം. വെയിറ്റ് ചെയ്യാം. ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, ഇത് നല്ല കോൺസെപ്റ്റ് ആണ് സാറേ. ഉം. 1:1 ഒക്കെ നോക്കാം അതില്. കാരണം കണ്ടോ, ആ സോണിൽ ഇതിൽ കണ്ടോ, ഈ ഈ 1, 2, 3 കണ്ടോ, ഈ രണ്ട് ക്യാൻഡിൽസ് ലിക്വിഡിറ്റി ഈ ക്യാൻഡിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഉം. കളക്ട് ചെയ്തിട്ടില്ലേ. ഉം. ഉം. അത് നമുക്ക് സെൽ ട്രേഡ് നോക്കാം. 1:1 വെച്ചാൽ മതി. ഇതിന്റെ എൻട്രി നമ്മൾ എടുക്കുക. ഇത് എൻട്രി എടുക്കുക അല്ലെ. ഉം. ഇവിടെ എൻട്രി എടുക്കുന്നു. ഇതിന്റെ SL
അതിന് എസ് എൽ വയ്ക്കും. ഇപ്പൊ എത്ര വരുന്നത്? 27 എസ് എൽ വരുന്നത്. ആ സെയിം തന്നെ 27 തന്നെ പ്രോഫിറ്റ് വെക്കാൻ. ഓക്കെ. ഓക്കെ. ഇന്ന് ഗ്രൂപ്പിലിട്ട USD CAD ട്രേഡ് എടുത്തിരുന്നു. USD CAD ഇത് ഗ്രൂപ്പിൽ ഇട്ടാർന്ന് നമ്മുടെ ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. കണ്ടിരുന്നില്ലേ? ആ ട്രേഡ് ഇതാ ഇവിടെ നിന്നാണ് ട്രേഡ് കൊടുത്തിരുന്നത്. എന്താണ് ട്രേഡ് കൊടുത്തിരുന്നത്? കറക്റ്റ് നമ്മുടെ കറക്റ്റ് TP അടിച്ചിട്ടാണ് ഇത്രയും വലിയ ഫോൾ വന്നത്. ശ്രദ്ധിച്ചിരുന്നത് കണ്ടു. പക്ഷെ അതാണ് അപ്പം TPയിൽ കറക്റ്റ് അറിഞ്ഞ എപ്പോഴും രണ്ടാമത് വേറെ റിസ്ക് ഇല്ലായിരുന്നു. കറക്റ്റ് TP അടിച്ചാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, സാർ കറക്റ്റ് TPയിൽ ഇറങ്ങിയില്ല സാറേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ സ്റ്റുഡൻസ് കൊടുക്കുമ്പോൾ റിസ്ക് എടുപ്പിക്കാറില്ല. ഓ അടിപൊളി, ഇത് നല്ല കേട്ടോ, നല്ല പമ്പ് ചെയ്തിട്ടല്ലോ. അപ്പൊ ഗോൾഡ് താഴത്തേക്ക് ഇറങ്ങിണ്ടാവും. നോക്കട്ടെ, ഗോൾഡ് താഴത്തേക്ക് അടിച്ചിട്ടുണ്ടാവും. മേ ബി ഗോൾഡ് പറഞ്ഞല്ലേ, ഗോൾഡ് താഴത്തേക്ക് വരുന്നു വരും. ഗോൾഡ് താഴ്ത്തിക്ക. ഗോൾഡ് അപ് ട്രെൻഡ് കാരണം ഒന്ന് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കണ്ടെത്തിട്ട് നമുക്കൊരു ഇവിടെ നിന്നൊക്കെ 1 അവർ ഇട്ടോ വെറുതെ 30 മിനിറ്റ്സ് 50 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ട്രെൻഡ് ലൈനിൽ വരുന്നത് അല്ല, ട്രെൻഡ് ലൈൻ ആണത്. 50 മിനിറ്റ്സിൽ 5 മിനിറ്റ്സിലോട്ട് വന്നു. യെസ്, ബ്രേക്ക് ഔട്ട് ആണ്. കണ്ടോ, ബ്രേക്ക് ഔട്ട് ഇന്നൊക്കെ കണ്ടോ. ഇതിന് ഇവിടെ ട്രേഡ്സ് നോക്കാം. യെസ്, 20 പ്രോഫിറ്റ് വെച്ചാൽ മതി. ഇതൊക്കെ വെച്ചാൽ പ്രോഫിറ്റ്. ഇത് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇത് നോക്കട്ടില്ല, നോക്കാം എന്തായാലും. കറക്റ്റ് എൻട്രി പോയിന്റ് അടുത്ത് നിൽക്കുന്നത് അല്ലെ. SL ഇതാ വെക്കുന്നത്. SL കുറച്ചുകൂടി വലുതായിരിക്കും, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ അപ്പോടി വെക്കുന്നത്. ഞാൻ ചിലപ്പോൾ കുറച്ച് വലുതായി വെക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പെർ ട്രേഡിൽ $50 റിസ്ക് എടുക്കാൻ മതി. ഇത് സപ്പോർട്ട് എങ്ങനെ എടുക്കുന്നത്? താഴെ ഇപ്പൊ നമ്മൾ എത്ര വരും എന്നുള്ളത് ഒരു 1:1 1:2 നമ്മൾ ചുമ്മാ എടുക്കുന്നതാണോ, അതോ ആ ഒരു ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ അവിടെ നിന്ന് എടുക്കുന്നതാണോ? ശരിക്കും ട്രെൻഡ് ലൈൻ പ്രിൻസിപ്പൾസിൽ പറയുന്നത് മേ ബി ഈ ലെവൽ എത്താൻ ചാൻസ് എന്നാ പറയുന്നത്. ഇതെന്നത്തെ ചാൻസ് എന്നാ പറയുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഇവിടെ വെക്കാൻ നല്ലത്, ഇതിൽ വെക്കാൻ നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു റിവാർഡ് ബേസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സാറിന് എഴുതി തരാം. സാറിന് പ്രോഫിറ്റിലായിരിക്കും. ഞാൻ നേരത്തെ നമ്മൾ USD CAD കാണിച്ചു അല്ലേ. അത് പിന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഇതിലാണ് ട്രേഡ് കൊടുത്തിരുന്നത്. ഇപ്പൊ ട്രേഡ് കൊടുത്തു, ഇത് ട്രേഡ് കൊടുത്തു, ഇത് പ്രോഫിറ്റ് വെച്ചു, ഇത് SL വെച്ചിട്ടുണ്ടാക്കുന്നു. ഇത് കറക്റ്റ് 60ന്റെ 1:2 ആണ്. അല്ലെ 32ന് 60 അല്ലെ 1:1 കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ 1:3 ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യും? എന്തായിട്ടുണ്ടാവും? 1:3 ചെയ്യുന്ന ഒരാള്, ഇത് സാറ് 1:2 കൊടുത്തു കഴിഞ്ഞാൽ 1:3 ആണ്. 63 പറയുമ്പോൾ 90 വേണം, 93 അല്ലെ. എനിക്ക് SL എനിക്ക് SL അല്ലേ ഇത് അല്ലെ. റിവാർഡ് കൂടുമ്പോൾ SL അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ പക്ഷെ വേറെ കാര്യമുണ്ട്, വൺ ടൈം എപ്പോഴും പ്രോഫിറ്റ് ആയാൽ മതി, പെട്ടെന്ന് റിക്കവർ ആവും, വലിയ പ്രോഫിറ്റും കിട്ടും. പക്ഷെ ഈ പ്രശ്നം അറിയും, ഞാനും സാർ 5 ട്രേഡ് എടുത്തിരിക്കും. സാർ 1:1 മാത്രം ഫോക്കസ് ചെയ്യാൻ, ഞാൻ 1:3 അല്ലെങ്കിൽ 1:4 ഒക്കെ വലിയ റിവാർഡ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് 5 ചെയ്ത് ഒറ്റ ട്രേഡ് പ്രോഫിറ്റ് ആയാൽ മതി, എനിക്ക് എല്ലാം തിരിച്ചു കിട്ടും. പക്ഷെ കണ്ടിന്യൂസ് SL ആവുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാത്രമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റും കൂടി പോവുകയാണ് അല്ലെ. അതാണ് അപ്പൊ അതുകൊണ്ടാണ് പുതിയ ഒരു കണ്ടുപിടുത്തൽ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇപ്പോഴും 1:1 ഫോക്കസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ പറയുക. ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് കിട്ടുള്ളൂ, പക്ഷെ അതിന് സ്ഥിരത ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ അല്ലേ? ഗോൾഡ് നോക്കണം. ഇപ്പൊ ട്രേഡ് എടുക്കണ്ടേ ഗോൾഡ്? എടുത്താൽ തെറ്റാൻ പറയില്ല ഒരിക്കലും. നോക്കാം നമുക്ക്. കണ്ടോ അമ്മമാര് ഇതിന്റെയൊക്കെ അമ്മമാരുടെ കളി കണ്ടതില്, ഇത്രയും വലിയൊരു ക്യാൻഡലില് SL അലേർട്ട് വെച്ചിട്ടില്ലേ? ഞാനിപ്പോ നോക്കാം. ഡെമോ അക്കൗണ്ട് ഉണ്ട്, അപ്പൊ അതിലൊന്ന് ട്രേഡ് നോക്കാം.
സാറ് നാട്ടിൽ എവിടെ വരുന്നത്? ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. അതിൽ യൂറോ യൂഎസ്ഡിയും താഴെ വന്നേ പറ്റുള്ളൂ കേട്ടോ. കാരണം ആ, യൂറോ യൂഎസ്ഡി ഉണ്ടെങ്കിൽ കുത്തനെ പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇന്നേവരെ പോയിട്ടില്ല. അത് അതാണ് ഞാൻ കണ്ടത്. അത് റീറ്റേഴ്സ് അത് നോക്കി. അല്ല, താഴത്തേക്ക് വരും, താഴത്തേക്ക് വരും. നമ്മളിനി ഇവിടെ ഇതിന് റീടെസ്റ്റ് കിട്ടാന്ന് പ്രതീക്ഷിച്ച് ഇവിടെ കയറി മേടിക്കുന്നവരെയും മണ്ടന്മാര്. മേ ബി അതൊക്കെ പെട്ടെന്ന് താഴത്തേക്ക് പോരും ഉണ്ടോ. അപ്പൊ ഇതിൽ നല്ല ട്രേഡ്സ് കിട്ടും എന്ന് വെച്ച് കാണിച്ചാൽ ഇത് 1 hour ഇടാം, 1 hour ഇട്ടോക്കാം. നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യണ്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പോകുന്നത് കറക്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള പോകുന്ന മാർക്കറ്റ് അല്ലെ. അപ്സോൺ മാത്രം കയറിക്കൊണ്ടിരിക്കുക. മേ ബി ഇതൊക്കെ പെട്ടെന്ന് ട്രെൻഡ് ചേഞ്ച് കിട്ടും, ഇവിടെ ട്രെൻഡ് ചേഞ്ച് കിട്ടും. ഇങ്ങനെ സംഭവിച്ചായിരിക്കും. അതിലെങ്ങനെ റീടെസ്റ്റ് കയറും ട്രേഡ്സ് എടുക്കാം. എവിടെ റീടെസ്റ്റ് കയറുമ്പോൾ ട്രേഡ്സ് സെൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് ഇതിന്റെ മേലെ എല്ലാത്തിന്റെ എസ് വെച്ചേക്കും. മനസ്സിലായി. ഓക്കെ. അത് ട്രെൻഡ് ചേഞ്ച് ഇവിടെ എടുക്കരുത്. കാരണം ഇവിടെ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് എന്ന് അറിയാം അല്ലെ. പക്ഷെ ആ റെസിസ്റ്റൻസ് മാർക്കറ്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉള്ള ഏരിയ മാത്രമേ ഉള്ളൂ. അത് ഷുവർ എവിടെയും പറയുന്നില്ല. റെസിസ്റ്റൻസ് പറയുമ്പോൾ അപ്പോ ഏറ്റവും ബെസ്റ്റ് റെസിസ്റ്റൻസിന് കൺഫർമേഷൻ കിട്ടുമ്പോൾ ട്രേഡ്സ് എടുക്കുക. ആ കൺഫർമേഷന്റെ എസ് എല്ലും വെച്ചേക്കാം. അല്ല ബെറ്റർ. യു എസ് ടി ആഡ് ട്രേഡ്സ് ഉണ്ട്, ഡൗൺ സൈഡ് ട്രേഡ്സ് ആണ് യു എസ് ടി ആഡ് വരുന്നത്. ഇത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇവിടത്തെ ഇത് എടുത്തിട്ടുണ്ട് അല്ലെ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ 1 hour ടോക്കാം. 1 hourലുണ്ട് ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. 1 hour ടു ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ ബേസിലാണ് ഇത് ഡൗൺ സൈഡ് പറയാൻ കാരണം. ഈ ലെവൽസ് നിന്നൊക്കെ ട്രേഡ്സ് നോക്കാം. ഈ ലെവലിൽ നിന്നൊക്കെ വീണ്ടും ട്രേഡ്സ് നോക്കാം. ഞാൻ അങ്ങനെ ഇത് വരച്ചത് ഇങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ ഇത് സെല്ലിംഗ് പോയിന്റ് വരച്ചിടുമ്പോഴേ ഒരിക്കലും ഇവിടെ നിന്ന് ട്രേഡ്സ് എടുക്കരുത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മേ ബി സ്റ്റോക്ക് ഈ പെയർ നിൽക്കുന്നത് ഇവിടെ മേ ബി ഉണ്ടാകും. അതിവിടെ എൻട്രി പോയിന്റ് വരച്ചിടുമ്പോൾ ഇത് ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് എൻട്രി ചെയ്യരുത്. കാരണം ഇവിടെ എത്തിയ കൺഫർമേഷൻ നിങ്ങൾ നോക്കണം. എനിക്ക് സമയത്ത് നോക്കാൻ പറ്റുന്ന നിർബന്ധമല്ലല്ലോ. അതുകൊണ്ടാണ് ചിലപ്പോ ഇങ്ങനെ കയറി പോകുന്നതായിരിക്കും ന്യൂസിന്റെ എഫക്റ്റിലൊക്കെ. അപ്പൊ എൻട്രി എടുക്കരുത്. ഞാൻ ചിലപ്പോ ബിഫോർ മാർക്കറ്റ് മുന്നേ എൻട്രി പറയേണ്ടതായിരിക്കും. നമ്മുടെ ക്വാളിറ്റി വെച്ചിട്ട് എൻട്രി പറയേണ്ടതായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ കൺഫർമേഷൻ കിട്ടുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. ഇത് കൊള്ളാം, യു എസ് ഡിക്കാർ കൊള്ളാം. ഇവിടെ നിന്ന് ട്രേഡ് സാധ്യത നോക്കാം. ഇത് യു എസ് ഡി സി എച്ച് എഫ് ആണ്. ഇത് കറക്റ്റ്. അടിപൊളി, ഇത് എടുത്തിട്ടുണ്ട്. ഇതിൽ ട്രേഡ് നോക്കട്ടെ. ഇത് യെസ് ഉണ്ടോ. ഇതൊക്കെയാണ് ട്രാപ്പ്. മിസ്സായില്ലേ. മിസ്സായി. ഇത് ആൾക്ക് കോഡ് ചെയ്യുന്നുണ്ട് ഇനി. അപ്പൊ നമുക്ക് സീപ്സ് നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. സീപ്പ് വന്നപ്പോ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇത് വരും. ഓക്കെ. ഇത് കണ്ടോ, ഇതാണ് ട്രെൻഡ് ചേഞ്ച്. ബ്രോ ട്രേഡ് നോക്കിയോ, ഇതാണ് ട്രെൻഡ് ചേഞ്ച്. ഇതൊക്കെയല്ലേ. ഇത് ഇവിടെ നിന്നും ഒരു എൻട്രി പുഷ് ചെയ്യാം. എവിടെ എൻട്രി ഇവിടെ സെലക്ട് ഏറ്റവും പറ്റും. ഓക്കെ. ഇത് വെക്കാം എസ്. അടുത്തൊരു എൻട്രി പറയുമ്പോ എന്താ റേഞ്ച് നോക്കാം. യെസ്, എസ് എൽ രണ്ടിനും ഇവിടെ, ടി പി രണ്ടിനും ഇവിടെയും പറയുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഐഡിയപരമായിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ക്യാപിറ്റൽ റിസ്ക് പോലൊക്കെ ഞാൻ മേ ബി ഇവിടെ ആക്കിയ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇത് കൊള്ളാം. യു എസ് ഡി സി എച്ച് എഫ് കേട്ടോ, ഗ്രൂപ്പിൽ ഇട്ടേക്കാം. രണ്ടാമത് വരച്ചേക്കുന്ന ആ ഒരു ഷോർട്ട് പൊസിഷൻ, അതിന്റെ എങ്ങനെ റിസ്ക് റിവാർഡ് എങ്ങനെ 1:2 ആണ്? 1:2 അല്ല വരുന്നത്. അത് കണ്ടോ, 1:2 എന്നല്ല. ഇത് ഓൾമോസ്റ്റ് ഇത്ര. ഇത് 98-93 1:1 ആണ് വരുന്നത്. പക്ഷെ ഇത് 71 71 82 1:75 80 160 1:2 എബോവ് ഉണ്ട്. മാറാൻ എന്താ ഈ റിസ്ക് മാറാൻ എന്താ കാരണം സാർ ചോദിച്ചു? അല്ല, ഞാൻ ചോദിക്കണ ഇതിന് നമ്മളിപ്പോ ശരിക്കും നമ്മള് റിസ്ക് വെക്കുന്നത് ആ സിങ് തുടങ്ങിയ സ്ഥലത്ത് നിന്നല്ലേ? അല്ല, അതല്ലേ നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്? അതെ. അപ്പൊ എത്ര വരും ടാർഗറ്റ് വെക്കുന്നത്? എസ് എൽ അല്ലേ?
SL അല്ല, SL നമ്മള് കിട്ടി, നമുക്ക് കിട്ടി മേളില്, അതിന്റെ മുകളിൽ ലിക്വിഡ് വെച്ചു. റിസീപ്റ്റിന് മേളില്. ആ താഴെ നമ്മള് ഇതാ ടാർഗറ്റ് വെക്കുന്നത് ശരിക്കും നമ്മൾ ആ സ്വിങ് തുടങ്ങി, അതായത് സ്വിങ് ഹൈ തുടങ്ങുന്നതിന്റെ അവിടെ അല്ലേ, അതായത് ഇവിടെ 1:3. അല്ല, ലെഫ്റ്റ് സൈഡിലോട്ട് സാർ പോയായിരുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട്. അവിടുന്ന് ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത്? പക്ഷെ 20 അത് എന്താ ഇത് ഇത്രയും താഴ്ത്തിട്ട് വന്നിട്ട് ഇവിടുന്ന് കേറിപ്പോയി ആയിരിക്കും. ഇപ്പൊ ആ ഇവിടെ സപ്പോർട്ട് ഉണ്ടല്ലോ ചെറിയ തോതില്. ഉം മേ ബി ഇത് അവിടെ അവിടുന്ന് എന്തായാലും വരും. അപ്പൊ അവിടെ എന്തായാലും വരും. അപ്പൊ അവിടെ എന്തായാലും സാറിന് എനിക്കറിയാം അല്ലെ, അവിടെ ഉം സേഫ് ടാർജറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് മാറുക, സേഫ് ടാർജറ്റ് ബുക്ക് ചെയ്ത് മാറുക. ബുക്ക് എന്ന് ചെയ്ത് വെച്ചാൽ മാറി നമ്മുടെ കയ്യിൽ 2 ലോട്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം എക്സിറ്റ് ചെയ്തേക്കുക, ബാക്കി ഒരെണ്ണം ഇങ്ങോട്ട് റൈഡ് ചെയ്യാം. ഓക്കെ, അതാണ്. അത്ര ഉദ്ദേശിക്കുന്നത്. അതെ, അതാണ്. ഓക്കെ. ഗ്രൂപ്പിലിട്ടുണ്ട്. ഡെന്നിസ് ബ്രോയാണോ വന്നത്? ടെന്നീസ് സെയ്ദ് ബ്രോ, എനിക്ക് വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കണ്ടല്ലേ? ഓക്കെ. ഞാൻ പരിചയപ്പെടുത്തില്ലായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ പെട്ടെന്ന് നെറ്റ് കട്ടായി പോയി. ഞാൻ വൈഫൈ ഓക്കെ. സ്പോട്ടിന്ന് മാറിയിട്ട് ഓക്കെ. അതാ നേരത്തെ കട്ടായത്. ഡെന്നീസ് ബ്രോ എന്തായി, ട്രേഡ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരുന്നു? ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന റൂമിൽ എത്തിയില്ല. അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരുന്നു? അക്കൗണ്ട് ഓപ്പൺ ആക്കി, ഞാൻ ഡെമോ ചെറുതായിട്ട് ചെയ്ത് നോക്കി. ഓക്കെ, ഡൺ. അതേതായിരുന്നു സാർ? അൽപ്പാരി ആയിരുന്നോ? അൽപ്പാരിയായിരുന്നത്. ഞാൻ ക്യാഷ് ഒന്നും ഇട്ടിട്ടില്ല, ചുമ്മാ ഡെമോ കുഴപ്പമില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി. ഡെമോയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ മാത്രമേ ഫണ്ട് ആഡ് ചെയ്താൽ മതി. വെറുതെ ഇവിടെ ചെയ്യുന്ന വല്ല സീനുണ്ടോ? മീൻസ് ലീഗലി വല്ല പ്രശ്നമൊക്കെ ഉണ്ടാവും? ഇല്ല. അൽപ്പാരി നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇന്ത്യയിലല്ലേ ഫണ്ട് വിഡ്രോൾസ്, പിന്നെ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലല്ലോ. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ സെയ്ദ് ബ്രോ ട്രേഡ് ചെയ്യുന്നുണ്ടോ? ഞാന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിക്ക്. ഓക്കെ. ബ്രോ എവിടെ വർക്ക് എവിടെ ചെയ്യുന്നത്? ഞാന് ഇപ്പൊ അബുദാബിയിലാ ഇല്ല കറന്റ്ലി. അബുദാബിയിലെ? ട്രാവൽ ആൻഡ് ടൂറിസം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എന്റെ ക്ലാസ് ഒക്കെ അപ്പുറം കഴിയുന്നു, പക്ഷെ അവിടെ ക്ലാസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഉണ്ടായത്. അപ്പൊ ഹിബ മേഡന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെയും ക്ലാസ് നടക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങക്ക് വേണമെങ്കിൽ ഇവിടുത്തെ മെന്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പൊ റീസെന്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ്. നിങ്ങളവിടെ ഓഫ്ലൈൻ ആയിരുന്നു? അവിടെ രണ്ടും ഉണ്ട്. നമ്മള് പിന്നെ റെക്കോർഡ് സെക്ഷനും കേൾക്കാറുണ്ട്, ലൈവ് ക്ലാസ്സും അല്ല ഉണ്ട്. ബ്രോ, അവിടെ ഡയറക്റ്റ് ഓഫ്ലൈൻ കേട്ടിരുന്നതോ ഓഫീസിലേക്ക് പോയി? ഇല്ല. ഞാൻ അബുദാബിയിലാണ്. അവരുടെ ഓഫീസ് എനിക്ക് തോന്നുന്നു ദുബായിലായിട്ടാണ്. ബഹ്റൈനിലും? ബഹ്റൈനിലാണ്, ഞാൻ അബുദാബിയിലാണ്. അബുദാബിയാണല്ലോ. ഓക്കെ. അതെ. സാറിന്റെ പേരെന്താ? ഇബ്രാഹിം. എന്താ? ഇബ്രാഹിം. ഓക്കെ, എന്തായാലും നൈസ് ടു മീറ്റ്. ക്ലാസ് ഒക്കെ നല്ലുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഇവിടുത്തെ ടോപ്പിക് ഓൾമോസ്റ്റ് എവിടെ എത്തി? ഓൾമോസ്റ്റ് ടോപ്പിക് ഒക്കെ കവർ ചെയ്ത് ഇപ്പൊ ലൈവ് സെക്ഷൻ പോയിക്കൊണ്ടിരിക്കുക. അതെ, ഇവിടുത്തെ ടോപ്പിക്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞതാ. ശരി, ഓക്കെ. ഓക്കെ. പിന്നെ ഡെനിസ് ബ്രോ കേട്ടിട്ട് എത്രയായി? കുറച്ച് നേരമായി കേട്ടിട്ട്? ഞാൻ കേറിട്ട് കുറച്ചാൽ, ഞാൻ തുടക്കം തന്നെ ഉണ്ട്, 5-10 മിനിറ്റ് കണ്ട ലേറ്റ് ആയി. ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ എന്തായാലും ലൈവ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പോ നിങ്ങൾക്ക് ഇനി നിങ്ങൾ സ്വയം ചാർട്ട് അനാലിസ് ചെയ്ത് നിങ്ങളായിട്ട് ഡൗട്ട്സ് ചോദിക്കണ്ടല്ലോ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഡൗട്ട്സ് ചോദിച്ചാൽ പെട്ടെന്ന് ക്ലിയർ ആവുമല്ലോ. ഓക്കെ. ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ. ഡൺ. ഓക്കെ, താങ്ക്സ്. എന്താ? ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്. See you next time. Bye. Take care.